പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാന്റെ തൊട്ടു മുമ്പിലുള്ള പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവിന് വിരുദ്ധമായി ധാരാളം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, നബിയെ, എന്താണ് നിങ്ങൾ ശഅബാനിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കുന്നത്? എവിടുന്ന് പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഇതൊരു മാസമാണ്, ഇതൊരു മാസമാണ് ശഅബാൻ, അതൊരു മാസമാണ്. യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റമളാന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിൽ ആണ്ടുപോകുന്ന മാസമാണ്. പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് അശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാത്ത ജീവിതം. പലപ്പോഴും ഇബാദത്തിനെ കുറിച്ച് ശ്രദ്ധയില്ല. മാസം ഏതാണ്, ദിവസം ഏതാണ്, വെള്ളിയാഴ്ചയാണോ, എന്റെ ജീവിതം എന്താണ്? ഒരു ശ്രദ്ധയുമില്ലാത്ത ജീവിതം നമ്മെ അപകടത്തിലേക്ക് ക്ഷണിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല, ശഅബാന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ذلك شهر وهو شهر ترفع فيه الأعمال إلى رب العالمين. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് അടിമകളുടെ അമാലുകൾ പ്രത്യേകം പ്രദർശിപ്പിക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. പ്രത്യേകം അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ അമാലുകൾ റമളാന് തൊട്ട് മുമ്പ് നാം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ, നാം ഒരുങ്ങുന്നുണ്ടോ? അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായി കാണപ്പെടലിന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. എല്ലാ ദിവസവും ശഅബാനിൽ നമ്മുടെ അമാലുകൾ പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ, ഞാൻ നോമ്പ് നോറ്റവനാണല്ലോ, ആ നിലക്കാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു ശഅബാനെ കുറിച്ച്, ശഅബാനു ശഹ്റുൽ ഖുറാ, ഖാരിഈങ്ങളുടെ മാസമാണ് ശഅബാൻ. റമളാൻ എത്തിയിട്ട് ഓത്തു തുടങ്ങിയാൽ ചിലപ്പോ അത് പൂർണ്ണമായി കിട്ടൂല. അതിനുള്ള പ്രാക്ടീസും അതിനുള്ള എക്സ്പീരിയൻസും നാം ശഅബാനിൽ നിന്ന് തന്നെ ആർജിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാനിൽ നാം ധാരാളം ഖുർആൻ ഓതേണ്ടതുണ്ട്, ധാരാളം സ്വലാത്തുകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന സ്വലാത്ത് ചൊല്ലാൻ വിശ്വാസികളോട് പ്രേരിപ്പിക്കുന്ന, കൽപ്പിക്കുന്ന ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. ആയത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ശഅബാനിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ തർബിയത്തും തിരുനോട്ടവും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ ലഭിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വിഷയത്തിൽ ഇടപെടാനും ഹബീബായ തങ്ങളുടെ ശഫാഅത്തും റഹ്മത്തും ലഭിക്കാൻ അത് കാരണമാവുകയാണ്. മാത്രമല്ല, സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, ഹൃദയം സംസ്കരിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് എല്ലാ അർത്ഥത്തിലും നാം ശുദ്ധിയാവേണ്ടതുണ്ട്. പ്രധാനമായും നമ്മുടെ മനസ്സ് ശുദ്ധിയാവണം, നമ്മുടെ അമാലുകൾ ശുദ്ധിയാകണം, നമ്മുടെ ശരീരം ശുദ്ധിയാവണം, നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും പരിസരങ്ങളും ശുദ്ധിയാവേണ്ടതുണ്ട്. ഒരു കല്യാണം വരുമ്പോ, ഒരു സന്തോഷത്തിന്റെ ദിനങ്ങൾ വരുമ്പോ നാം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ പരിശുദ്ധമായ റമളാനാകുന്ന അതിഥി നമ്മളിലേക്ക് ആഗതമാകുമ്പോ എല്ലാ അർത്ഥത്തിലും നാം സ്വീകരിക്കാൻ മനസ്സാ വാച എല്ലാ അർത്ഥത്തിലും നാം അതിനു തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അശ്രദ്ധ വേണ്ട. വിവാഹം നടക്കുമ്പോ നിക്കാഹ് മറന്നുപോയാൽ, വിവാഹത്തിന്റെ ദിവസമാണ് നിക്കാഹ് മറന്നു, എന്താ അവസ്ഥ? കല്യാണത്തിന്റെ ദിവസം നിക്കാഹ് മറന്നു എന്ന പോലെ അശ്രദ്ധ വലിയ വിഷയമാണ്. അതുകൊണ്ട് ശഅബാൻ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. പ്രത്യേകം ഖുർആൻ ഓതണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ റമളാനുകളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇനി നമുക്ക് നോറ്റി വീട്ടാനുള്ള ഒരേ ഒരു അവസരം ശഅബാനിലുണ്ട്. റമളാന് മുമ്പ് അത് നോറ്റി വിട്ടിട്ടില്ലെങ്കിൽ അതിന് പണിഷ്മെന്റ് ലഭിക്കും, ഏറെ ഫിദിയ കൊടുക്കേണ്ടി വരും. മുമ്പത്തെ റമളാൻ നഷ്ടപ്പെട്ട നോമ്പ് ആഗതമാകുന്ന റമളാന് മുമ്പിൽ നോറ്റി വിട്ടിട്ടില്ലെങ്കിൽ ഒരു മുദ്ദ് കൊടുക്കണം. അങ്ങനെ റമളാനുകൾ ആവർത്തിക്കപ്പെടുന്നതനുസരിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദുകൾ കൊടുക്കേണ്ടി വരും. കുറച്ച് മുമ്പ് ഒരു സഹോദരൻ വിളിച്ചു, തൃശ്ശൂർകാരനാ, എന്നിട്ട് എന്നോട് ചോദിക്കാണ്, 16 വയസ്സ് മുതൽ എനിക്കിപ്പോ 30 സംതിങ് വയസ്സായി, ഉസ്താദ് എനിക്ക് ഇത്രയും കാലത്തെ നോമ്പുണ്ടൊന്ന് കൂട്ടിത്തരും, എത്ര മുദ്ദ് ഞാൻ കൊടുക്കണം? കൂട്ടിയപ്പോ കിൻഡല് കണക്കിന്, ഓർമ്മൽ എത്ര കൂട്ടി വെച്ചത്, കിൻഡല് കണക്കിന് അരി അദ്ദേഹം സാധുക്കൾക്ക് കൊടുക്കേണ്ടി വരികയാണ് കൂട്ടി നോക്കുമ്പോ. കാരണം ഒരു നോമ്പിനൊരു മുദ്ദ്. അങ്ങനെ എന്ത് ചെയ്യും? എത്ര വർഷം ഉണ്ടോ അത്രയും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് നീളുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും
നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്ന റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായത് ഖളാ വീട്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ വർഷം മുഴുവനും കൊല്ലം മുഴുവനും നോമ്പനുഷ്ഠിച്ചാലും റമദാനിന്റെ നോമ്പിന് പകരമാവുകയില്ല എന്നൊക്കെ പറയുമ്പോ നോമ്പിന്റെ വിഷയത്തിലും നിസ്കാരത്തിന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. അല്ലാഹു തആല ഗാഫിരീങ്ങളുടെ പട്ടികയിൽ നിന്ന് നമ്മെ ഒഴിവാക്കി തന്ന് വിജയികളുടെ സ്വാലിഹീങ്ങളുടെ മുത്തഖീങ്ങളുടെ പട്ടികയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.